ഇന്ന് നമുക്ക് നമ്മുടെ മലബാർ സൈഡിലൊക്കെ കാണുന്ന, അതായത് മലപ്പുറം, കണ്ണൂർ, തലശ്ശേരി, കാസർഗോഡ് ആ ഭാഗത്തൊക്കെ കണ്ടുവരുന്ന ഒരു മുട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിനും വൈകിട്ടത്തെ ചായക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന, ഇത് കറി കൂട്ടിയിട്ടായാലും കഴിക്കാം, അല്ലാതെയും കഴിക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ തലേന്ന് തന്നെ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന പച്ചരിയാണ്. അതിലേക്ക് കുറച്ച് ചോറും കൂടെ ചേർത്തിട്ട് ഒന്ന് നല്ല ഫൈനായിട്ട് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. വീഡിയോ മുഴുവനായിട്ട് കാണുക കേട്ടോ. എല്ലാവരും കണ്ടതിന് ശേഷം ചാനലൊന്ന് പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഒരു ലൈക്ക് ചെയ്യണം കേട്ടോ, തീർച്ചയായിട്ടും ഒരു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അത് നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം ഞാൻ കുറച്ചൊരു ഈസ്റ്റ്, നല്ല ഈസ്റ്റ് ആയിരിക്കണം, പഴകിയ ഈസ്റ്റ് ആയിരിക്കരുത്, ഫ്രഷ് ആയിട്ടുള്ള ഈസ്റ്റ് ഇത്തിരി വെള്ളത്തിലൊന്ന് കലക്കിയിട്ട് അതും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ആവശ്യമില്ല, എന്നാലും നമ്മൾ പെട്ടെന്ന് തന്നെ റെസ്റ്റ് ചെയ്യാണ്ട് പെട്ടെന്ന് ചുട്ടെടുക്കുന്നതായതുകൊണ്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ടാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഒരു ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടെ ചേർത്ത് കഴിഞ്ഞതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് കൂടിപ്പോകരുത്. അപ്പോൾ നമ്മൾ അരി ചോറും കൂട്ടി അരച്ചു. അതിലേക്ക് ഇത്തിരി മൈദപ്പൊടി, ഒരു മുട്ട, കുറച്ച് ഈസ്റ്റ്, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കട്ടകളില്ലാത്ത ശരിക്കും പറഞ്ഞാൽ ഒരു വിക്സ് വെച്ചിട്ട്, അധികം ലൂസും അല്ല അധികം ടൈറ്റും അല്ലാത്ത രീതിയിൽ വേണം കേട്ടോ അതിൻ്റെ ബാറ്റർ. ഇത് നമുക്ക് എണ്ണ ചൂടായതിന് ശേഷം ഈ ഒരു ചട്ടിയിലേക്ക് ഇട്ട് ഒഴിച്ചിപ്പാട് മറിച്ചിടണം കേട്ടോ. എന്നാലും ഇത് കറക്റ്റ് ആ ഒരു കളറിൽ കിട്ടത്തുള്ളൂ. ഒഴിച്ച് കഴിഞ്ഞാൽ അപ്പാടിനെ നമ്മൾ മറിച്ചിടാം. എന്നിട്ടൊരു ഒരു വശം നേരിയൊരു ബ്രൗൺ കളറാകുമ്പോഴത്തേക്കും രണ്ട് വശം ഈ ഒരു വൈറ്റ് കളറാകുമ്പോൾ മറിച്ചിടാം. പിന്നെ അടുത്ത ഭാഗം ഒരു നേരിയൊരു ബ്രൗൺ, ഒരു ഉണ്ണിയപ്പത്തിൻ്റെയൊക്കെ അത്ര വേണ്ട, എന്നാലും ഒരു നേരിയൊരു ബ്രൗൺ കളറാകുമ്പോൾ എടുക്കുക. അപ്പോൾ ഇതെല്ലാം കൂടെ ഇങ്ങനെ ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ ഞാനിവിടെ ഇത് കറി ഇല്ലാതെയും കഴിക്കാം കേട്ടോ. ഒരു ബാറ്റർ റെഡിയാക്കുന്ന സമയത്ത് ഇത്തിരി പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. പഞ്ചസാരയും വേണ്ട എങ്കിൽ വെറുതെ അതും ഇല്ലാതെയും കഴിക്കാം കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു ഇച്ചിരി ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ട്. അതിലേക്ക് ചിക്കൻ കഴുകിയെടുത്തു. അതിലേക്ക് കാശ്മീരി മുളക് പൊടി ഇട്ടു, ഇത്തിരി മല്ലിപ്പൊടി ഇട്ടു, ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടു. ഇനി ഉപ്പും കൂടെ ചേർക്കണം. ഉപ്പും കുറച്ച് കുരുമുളകും കൂടി ചേർക്കണം കേട്ടോ. കാശ്മീരി ആയതുകൊണ്ട് കുറച്ച് എരിവ് കുറവായിരിക്കുമല്ലോ, അപ്പോൾ കളറ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മസാലയൊക്കെ നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കുക. ഇത്തിരി ഒരു പുളിയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഇത്തിരി ചെറുനാരങ്ങ, ഞാനിവിടെ കുറച്ച് ചെറുനാരങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ കുറച്ച് കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് നന്നായിട്ട് ഇതൊക്കെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിലൊന്ന് കൈവച്ച് തന്നെ കുഴച്ച് പുരട്ടിയെടുത്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ ഒന്ന് മാറ്റി വെക്കാം കേട്ടോ. കൂടുതൽ ടൈം വെക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ കുറഞ്ഞതൊരു 10 മിനിറ്റെങ്കിലും നിങ്ങൾ റെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഈ ഒരു റെസിപ്പി ഞാൻ ഫ്രൈ ചെയ്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നന്നായിട്ട് പുരട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിവിടെ മാറ്റി വെക്കാം കേട്ടോ. ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി. കൂടുതൽ ടൈം നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. എന്നിട്ട് ചട്ടിയിലേക്ക് ഓയിലോ വെളിച്ചെണ്ണയോ എന്താണെന്ന് വെച്ചാൽ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഈ ചിക്കൻ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. എല്ലാ ഭാഗവും നന്നായിട്ട് വെന്തതിന് ശേഷം നമുക്കിത് കോരി മാറ്റാം, വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. ഇത്രയും ഫ്രൈ ആയാൽ മതി. അപ്പോൾ ആ ചെറുനാരങ്ങ നമ്മൾ ഒരു ചെറുനാരങ്ങ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു നീര്. ഒരു ചെറുനാരങ്ങയുടെ നീര് കംപ്ലീറ്റ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പുളിയുടെ ആ ടേസ്റ്റും ഒക്കെ സൂപ്പർ, ഒരു ചാറായിട്ട് ഒഴിക്കാതെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. കുറുകിയ ഒരു തൊട്ട് കൂട്ടാൻ പറ്റിയ ഒരു കറിയൊക്കെ ഉണ്ടല്ലോ, ആ ഒരു ടൈപ്പിലാണ്. ബാക്കി ഈ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത അതേ ഓയിലിലേക്ക് തന്നെ ഞാനിപ്പോൾ സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാളയും കൂടി ഇട്ടിട്ട് ഒരു തക്കാളി, ഒരു ചെറിയ പീസ് തക്കാളി കേട്ടോ, പിന്നെ കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. വേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം നമുക്കിതൊന്ന് ഇളക്കുക. നന്നായിട്ട് കുഴഞ്ഞ ആ പരുവത്തിലൊന്നും ആവേണ്ട ആവശ്യമില്ല. ഇത്തിരി സവാള ഒരു കടിക്കുന്ന ആ രൂപത്തിൽ തന്നെ മതി കേട്ടോ. കുറേ ഇട്ട് വഴറ്റി ഇങ്ങനെ ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഇളക്കി ആ ഒന്ന് ചൂടാക്കിയെടുക്കുക. ചൂടാക്കിയെടുത്തതിന് ശേഷം കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്നൊന്ന് അതായത് ഒന്ന് വാടി കിട്ടും കേട്ടോ. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്നും കൂടെ ഇളക്കിയിട്ട് ഒന്ന് ആ ഒരു പച്ചമണം പോകുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ.
ഈ ഒരു പരുവായാൽ മതി കേട്ടോ. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കൂടുതൽ ഒന്നും ഇതിൽ ചേർക്കുന്നില്ല. ആവശ്യമുണ്ടെങ്കിൽ ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു നേരത്തെ ഒരു തക്കാളി ചേർത്ത് കൊടുക്കാമെന്ന്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഒരു ചെറിയ പീസ് തക്കാളി ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ തക്കാളി ചേർക്കുന്നില്ല. അപ്പോൾ ഇത് ചിക്കനും കൂടെ ഇട്ടതിന് ശേഷം ഇതിലേക്ക് ഇത്തിരി വെറും ഒരു കുരുമുളക് പൊടി, ആകെ നമ്മൾ ഈ ഫ്രൈ ചെയ്തതിന് ശേഷം ഇട്ട് കൊടുത്തിന് ഇത്തിരി കുരുമുളക് പൊടി, ഇത്തിരി ഉപ്പ്, സവാള, പിന്നെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. ഒരു സിമ്മിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. മസാലയൊക്കെ സവാളയുടെയൊക്കെ ഒന്ന് അതിൽ ചിക്കനിലേക്കൊക്കെ ഒന്ന് പിടിച്ച് വരുന്നത് വരെ. ഇത്തിരി ഒരു ടീസ്പൂൺ ടൊമാറ്റോ സോസ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ചില്ലി സോസ് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. എരിവ് നന്നായിട്ട് കൂടും. അതുകൊണ്ട് ഒരു ഇച്ചിരി ചില്ലി സോസും കൂടി ഒഴിച്ചു കൊടുക്കുക. ഒന്നെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഒരു ടീസ്പൂൺ മാത്രമാണ് കറക്റ്റ് അളവ് പറയും. ഒരു ടീസ്പൂൺ ടൊമാറ്റോ സോസാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇത്തിരി ചില്ലി സോസും കൂടെ. അപ്പോൾ നമ്മളെ കറി ഓൾറെഡി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഈ മുട്ടയപ്പത്തിൻ്റെ കൂടെ മാത്രമല്ലാതെ എല്ലാ പത്തിരി ആയാലും ചപ്പാത്തി ആയാലും എന്ത് തന്നെ ആയാലും നമ്മൾ ഇതിൽ ഒട്ടും വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. അത് മെയിനായിട്ട് ശ്രദ്ധിക്കണം. വെള്ളമൊന്നും ചേർക്കാതെയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.